ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ പെരുന്നാള് രാവിലെ ഞങ്ങൾ 5 മണിയിലെ എല്ലാവർക്കും ഹാപ്പി ഈദ് ഫിത്ർ. എല്ലാവർക്കും ഞങ്ങളെ പെരുന്നാൾ ആശംസകൾ. പിന്നെ അപ്പൊ എല്ലാരും രാവിലെയൊക്കെ തന്നെ എഴുന്നേറ്റ് ജോലിയൊക്കെ തുടങ്ങിക്കണം, കഴിഞ്ഞാണോന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഇന്നൊന്ന് മാറ്റി പിടിച്ചു. എല്ലാ പ്രാവശ്യം അരിപ്പത്തിരി ഈ പ്രാവശ്യം മാറ്റി പിടിച്ചിരിക്കുകയാണ്. മാവ് ഇന്നലെ വെള്ളമൊക്കെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കുഴച്ച് വെച്ച് രാവിലെ ഇപ്പൊ സെറ്റ് നല്ലപോലെ ലൂസായിട്ടൊന്ന് ജസ്റ്റ് പിന്നെ ഒന്ന് കുഴച്ച് പൊറോട്ട എല്ലാം ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി പരത്തി ചുട്ടെടുക്കാൻ റിസ്ക് മാത്രം. ആ സമയത്ത് ആയിക്കൊണ്ടിരിക്കുന്നു, കറിയാച്ചി ആയിക്കൊണ്ടിരിക്കുന്നു. പകുതി നിൽക്കുവാണ്. ഇവർക്ക് വയ്ക്കാക്കും അച്ഛന് 8:30 ആകുമ്പോ പള്ളി 8:30 നിസ്കാരം തുടങ്ങും. അപ്പൊ ഇക്കടെ വീട്ടിൽ കൊണ്ടപ്പോ ഫുഡ് കൊണ്ട് കൊടുക്കണം. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഫുഡ് കഴിച്ചിട്ട് വേണം പള്ളിയിൽ പോവാൻ. അതുകൊണ്ട് ഞങ്ങൾ 5 മണിയപ്പോ എഴുന്നേറ്റു. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ കുറച്ചുകൂടി അല്ലേ. സാധാരണ ഞങ്ങൾ കിടക്കുമ്പോ 1 മണി 12 മണി 1 മണിയൊക്കെ. ഈ പ്രാവശ്യം എന്താന്ന് അറിയില്ല, 10:30 കഴിഞ്ഞു. 10:45 അത്രയ്ക്ക് നമ്മള് മെലിയാൻ പോകുള്ളൂ. 11 മണിയിലപ്പോ ഞങ്ങൾ കിടന്നു. സാധാരണ 12 കഴിഞ്ഞ പ്രാവശ്യം 1:30 മണി ഞങ്ങൾ കിടന്നപ്പോഴത്തേക്കും. പക്ഷെ എന്താ നേരത്തെ കിടന്നതിനും മാത്രം ഉറക്കം കിട്ടുന്നില്ല. ഞങ്ങളുടെ തിരിയും പറയും ഉറക്കം വരുന്നില്ല. എന്താന്നറിയുന്നില്ല. അതെന്താ, ഏതോ ഒരു പെരുന്നാളിന് ഇതേപോലെ ഞങ്ങൾ 5 മണിക്ക് എഴുന്നേക്കാന്ന് പറഞ്ഞ അലാറൊക്കെ വെച്ച് കിടന്ന് ഞാൻ എന്നെയും കൂടി കിടന്ന് 5 മണിക്കത്തെ അലാറം അടിച്ചപ്പോ പറഞ്ഞു കുറച്ചേരം കൂടി എല്ലാ പണിച്ച അന്ന് അരിപ്പത്തിരിക്ക് ഞങ്ങളെല്ലാം റെഡിയാക്കി ഇത് പരത്തി എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. അപ്പൊ ചുട്ടെടുത്താ മതിയായിരുന്നു. അന്ന് കിട്ടിയ പണി. 6 മണിയായപ്പോ എഴുന്നേറ്റ്. പക്ഷെ അന്ന് 8 മണിയായപ്പോ ഫുഡ് ആക്കാൻ പെട്ട പാട്. എന്നിട്ട് ഫുഡ് ആയില്ല. ഇക്ക പള്ളിയിൽ പോവുകയും ചെയ്ത്. ഇക്ക നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലേ വീഡിയോ. ഇക്ക പള്ളിയിൽ പോയതിനു ശേഷമാണ് ഞങ്ങൾ ഫുഡ് കൊണ്ട് കൊടുത്തത്. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇങ്ങനെ പ്രത്യേക ദിവസങ്ങളിൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല. അലാറം അടിച്ചപ്പോ തന്നെ ചാടി എഴുന്നേറ്റ്. അലാറം അടിച്ചോണ്ട് അടി അപ്പൊ തന്നെ ചാടി എഴുന്നേറ്റ്. ഞാൻ 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടോ എഴുന്നേറ്റ്. ചാടി എഴുന്നേറ്റ് തലക്കൊരു കറക്കം വരും. ഞാൻ സാധാരണ അലാറം 5 മണിക്ക് എഴുന്നേക്കണം. 4 ഞാൻ ചോദിച്ചു എത്ര അലാറം വെച്ചു. ഇല്ല, ഞാൻ 5 മണിക്ക് ഒരു അലാറം വെച്ചിട്ടുള്ളൂ. പിന്നെ 6 മണിക്കാണ്. പിന്നെ ഞാൻ കിടന്നാ പണി കിട്ടും. ഞാൻ അലാറം അടിച്ച് അന്നേരം എഴുന്നേറ്റാ കുഴപ്പമില്ല. പക്ഷെ പിന്നെ എഴുന്നേറ്റ പണി കിട്ടും. ശരിക്കും പിന്നെ കിടന്നുറങ്ങിപ്പോ. അതുകൊണ്ട് ഉറങ്ങാൻ നിന്നില്ല. എഴുന്നേറ്റ് അന്നേരം ബാത്റൂമിൽ പോയി പല്ലൊക്കെ തേച്ച് നേരെ അടുക്കളോട്ട് തന്നെ കയറുക ചെയ്യാം. അതുകൊണ്ട് രാവിലത്തെ ഫുഡൊക്കെ ഏകദേശം ഇനിയിപ്പം പൊറോട്ട ചുട്ടെടുത്തേച്ചാൽ മതി. ഇറച്ചിക്കറി നമ്മളെ കുക്കറില് അതിപ്പോ ഏകദേശം സേമിയകളകത്ത് വറുത്തിട്ടേച്ചാൽ മതി. ഭയങ്കര പണിയും കൂടി ആയിട്ട് തുടങ്ങി. ഒരു പള്ളിയിൽ നിന്ന് പോയിട്ട് വരുമ്പോ ഇല്ലായിരിക്കും അല്ലേ. ഉച്ചക്കറി ഇല്ലാത്തില്ല. നമ്മൾ കുളിച്ചിട്ടൊക്കെ നിക്കണ്ടേ. കുളിച്ച് കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കത്തെ ഫുഡിലോട്ട് കയറാൻ. അപ്പൊ ഇതുണ്ടായി കഴിയുക, ബാക്കി ആ പണിക്ക് കയറാം. അപ്പൊ നമ്മുടെ പെരുന്നാൾ വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബാക്കി പരിപാടികളൊക്കെ പുറകെ കാണിച്ചു തരാം. പൊറോട്ടക്ക് ഒരു സെക്ഷൻ അവിടെ ചുറ്റി വെച്ച് ഇറച്ചിക്കറി പൊറോട്ട ചൂടാൻ വേണ്ടി പാൻ എടുത്ത് വെച്ച് കറി കാച്ചി ഏകദേശം ഇനി സെയിമല്ല, സേമിയോട് ഇട്ടേച്ചാൽ മതി. അത് മാത്രമല്ല പൊറോട്ട ഇവിടെയുണ്ട്, ഇത് അവിടെയുണ്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ പണി എവിടേക്കായി. നെയ്സ സേമിയ മറ്റേ പൊട്ടിച്ചുണ്ട്. ആ ബക്കല്ലാണുണ്ട്. അപ്പോൾ ബാക്കി അപ്പുറത്തെ ബക്കല്ലാണോ ഓറഞ്ചിലാണോ ഇതിനകത്താണ്. അതിനകത്ത് പൊട്ടിച്ച് കുറച്ചിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ബാക്കി പറയും. അനിയും പൊറോട്ടയും കൂടിയുള്ള മൽപിടുത്തത്തിൽ കൈയൊന്ന് കാണിച്ചു കൊടുക്കും. ഇന്ന് രാവിലെ കിട്ടിയ സമ്മാനമാ, പെരുന്നാൾ സമ്മാനം. പെരുന്നാപ്പൊടി കിട്ടിയത് അടുക്കളയിൽ. അതെ, ഏകദേശം എല്ലാം ആയല്ലേ. കറിയാച്ചിയായി, പൊറോട്ട ആയിക്കൊണ്ടിരിക്കുന്നു. ഇക്കച്ചു എഴുന്നേറ്റ് ചായ കുടിച്ചാല് ബാത്റൂമിൽ പോയി. കയ്യപ്പിനെ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല, നല്ല ഉറക്കമാ. അതിന് ഇക്ക ഇതായിട്ട് ഒന്ന് സമയത്ത് ലഭിച്ചതിനകത്ത് കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു കൊടുക്കും. ഇന്നലെ മൈലാഞ്ചി ഇടണോന്നൊക്കെ പറഞ്ഞിരുന്നേ, പക്ഷെ ഇട്ടില്ല. നിങ്ങൾ മൈലാഞ്ചി മേടിക്കാൻ മറന്നിട്ട് എല്ലാ വർഷവും ഞങ്ങള് മൈലാഞ്ചി വാങ്ങും. ഞങ്ങളുടെ വ്ലോഗ് കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. എല്ലാ വർഷവും മൈലാഞ്ചി വാങ്ങും, ഇടത്തില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം വാങ്ങിച്ചതേ ഇല്ല. പക്ഷെ വാണ്ട് ഖദീജ ഞാൻ പറഞ്ഞ വാപ്പിനെ വിളിച്ചു പറഞ്ഞു. എന്റെ വാപ്പിനെ വിളിച്ചു പറഞ്ഞു. വാപ്പി രാത്രി മൈലാഞ്ചി കൊണ്ട് രാത്രി പോയപ്പോഴേ പറഞ്ഞ മൈലാഞ്ചി ഇട്ടോളൂ. മറ്റേ മൈലാഞ്ചി ബിഗ് ബിയാ വാങ്ങിച്ച. പിന്നെ ഇട്ട പെട്ടെന്ന് കളർ വരുമല്ലോ.
ഞങ്ങളുടെ രാവിലത്തെ പണി ഏകദേശം. നിങ്ങളും ഈ സമയം എല്ലാവരും ജോലിയൊക്കെ ചെയ്ത് തീർക്കുമെന്നാണ് വിശ്വാസം. ഇപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാവരും രാവിലെ ഒന്നെങ്കിൽ അരിപ്പത്തിരി പൊറോട്ടയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുക ചെയ്യണം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സാഹസം കാണിച്ചു, പക്ഷെ അതിന്റെ പുറകെ ഓടുന്ന സമയം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാതെ ഞങ്ങൾക്ക് അന്നും അല്ല നേരത്തെ പോകണം. അല്ലെങ്കിൽ ആ പോയ സമയം പോയി കഴിഞ്ഞാൽ എങ്ങൊന്നും കിട്ടത്തില്ല. കുറച്ചുകൂടെ നേരത്തെ പോയി കഴിഞ്ഞാൽ ഞങ്ങള് നോയിമ്പൊക്കെ തുറന്ന് സമാധാനത്തിൽ നോയിമ്പ് തുറക്കുന്നതിന് മുന്നേ പോയായിരുന്നല്ലേ? നോയിമ്പ് തുറക്കുന്നതിന് മുന്നേ പോയി. പക്ഷെ അവിടെ രാവിലെ ഓർഡർ ചെയ്യണായിരുന്നു. അതൊരു വല്ലാത്ത ഓട്ടം വരുന്ന. ഒന്ന് പോയിട്ട് അവര് അത് പൈസയൊക്കെ വാങ്ങിച്ച് അവര് വിളിക്കാൻ. ഒരു സ്ഥലത്ത് ഞങ്ങൾ ഒരു 5-6 സ്ഥലത്ത് പോയിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടിയത്. അതാണ് ഈ ഓർഡർ ചെയ്തതിന്റെ പകുതിയെ കിട്ടിയതും ഉള്ളന്ന്. അന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ ഒന്ന് വേറെ ഉണ്ടാക്കിയത്, വേറെ ഉണ്ടാക്കി. ഞങ്ങൾ 50 പറഞ്ഞിട്ട് 50 പറഞ്ഞിട്ട് ഞങ്ങക്ക് 20 കിട്ടിയോ, 25 കിട്ടിയോ. അങ്ങനെ ഭയങ്കര ഓട്ടം. അത് ഒന്നോടി ഞങ്ങള് നോമ്പിന് മുന്നേ നോമ്പിന് മുന്നേ ഒന്നോടി അവര് 7 വിളിക്കാണ്ട് 7 വിളിച്ചില്ല. വിളിച്ചു ചോദിച്ചപ്പോ ചെല്ലാണ്ട് അവര് വന്നവർക്ക് അനുസരിച്ച് കൊടുത്തു. ഓർഡർ ചെയ്തവർക്കല്ല, വന്നവർക്ക് കൊടുത്തു. അവര് പറഞ്ഞത് വിളിക്കാം എന്നാ പറഞ്ഞത്. പക്ഷെ അവര് വിളിച്ചില്ല. വരുന്നവർക്ക് കൊടുത്തു. അവസാനം പിള്ളേരുണ്ട്, വീട്ടിൽ ആരും ഇല്ല, ഞങ്ങൾ രണ്ടും മാത്രമല്ല. ഇനി പോയിട്ട് തിരിച്ചു കൊള്ളാണ്ട് ഞങ്ങൾ ബാക്കി പൈസ തിരിച്ചിങ്ങോട്ട് വാങ്ങിച്ചു. അങ്ങനെ ചെയ്തു. അന്നേ ആ പരിപാടിയില്ല. ഉറക്കാൻ പോയാലും ശരി, കുഴപ്പമില്ല. മതിയായിരുന്നു. ഇന്നലെ ഉറങ്ങിയില്ല. പിന്നെ അതിന് മാത്രം ചക്ക വെട്ടിയത് കിടന്നുറങ്ങും. അങ്ങനെ ഞങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞു, നിസ്കാരമെല്ലാം കഴിഞ്ഞതാ. ഫുഡെല്ലാം എടുത്ത് വെക്കണം. അപ്പൊ ഇക്ക വരുന്ന സമയത്ത് ഫുഡെല്ലാം എടുത്ത് വെച്ച് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത പണിക്ക് കയറാം. അതന്നെ. അപ്പൊ അവർക്ക് നേരത്തെ ഫുഡ് കൊടുക്കാം. നമുക്ക് നെയ്സാടെ വീട്ടിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞങ്ങൾ ഇപ്പം കയറിയാൽ മതി. അതുകൊണ്ടാണ് ഞങ്ങൾ ബിരിയാണി എന്നുള്ള ആ വലിയ കാര്യം ഉപേക്ഷിച്ച് നെയ്ച്ചോറിലോട്ട് കയറിയത്. ഏകദേശം എല്ലാ തുല്യ പ്രോസസ്സ് തന്നെ. നിസ്കാരം കഴിഞ്ഞ് ഇക്ക മറ്റേ പള്ളി ഇവിടെ ഖബർസ്ഥാനത്ത് സിയാറത്തിന് പോയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ കൊച്ചു സാധനം കുളിച്ച് റെഡിയായിട്ട് അയക്കുക. ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് വന്നില്ല. ഇതാ നിൽക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ആങ്കൊച്ച്. ആരന്നെ ആങ്കൊച്ച്. ഇക്കയുടെ സെലക്ഷൻ ചെയ്ത്. ഇക്കയൊക്കെ നമ്മുടെ ഇക്കയുടെ ഉമ്മയുടെ ഉമ്മ വാപ്പാടെ അപ്പോൾ നമ്മളോട് അടുത്തുള്ള പള്ളിയിലാണ് അടക്കിയിരിക്കുന്നത്. അപ്പം ഇക്ക ഇവിടെ നിസ്കരിച്ചിട്ട് പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. സിയാറത്തിനൊക്കെ പോയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഒരു സാധനം ഇതായിട്ട് വരില്ല. എനിക്ക് വേണ്ട, എന്നെ കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞോണ്ട്. ആടോ അല്ല, സൂപ്പറല്ലാട്ട് മുടിയെല്ലാം കെട്ടി തന്നില്ലേ? എന്താണ് എത്ര ശരി. അപ്പം നമ്മുടെ രാവിലത്തെ ഫുഡ് റെഡി. ഞങ്ങളുടെ പൊറോട്ടയും ചിക്കൻ ഉച്ചയ്ക്കാ മോനെ പൊരിച്ചില്ല, ഒന്നും ചെയ്തില്ല, ചെയ്യാൻ പോവാം. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കത്തെ ഇപ്പൊ പേര് ഇതല്ലേ, നെയ്ച്ചോറല്ലേ വെക്കുന്നേ, പെട്ടെന്നാക്കാം. അപ്പോൾ ഞങ്ങളുടെ പൊറോട്ടയും ഇറച്ചിക്കറിയും ഇങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയിക്കാം. ഉമ്മാക്ക് ഉച്ചക്ക് തിരിച്ച് നേരത്തേക്ക് കൊടുക്കാന്ന്. ഉമ്മ അതാകില്ല, അവിടെ വാപ്പ ഇല്ലാതെ ചെന്നപ്പോഴത്തേക്കും. ഞങ്ങൾ കുറേ നാളായിട്ട് പൊറോട്ടയല്ലേ ബീഫും കഴിക്കുന്ന വെച്ചാൽ കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഞങ്ങൾ പൊറോട്ടയും ബീഫും കഴിച്ചു. ബീഫ് കറി അങ്ങോട്ട് സെറ്റായില്ല. എന്താ പൊറോട്ട ബീഫ് ഉണ്ടാക്കിയെന്ന്? അല്ല, ചിക്കനായിരുന്നു. പൊറോട്ടയും ചിക്കനും ആയിരുന്നു അന്നേരം രാത്രി ഉണ്ടാക്കിയത്.
താനും വാപ്പി വൈറ്റാടോ. അച്ചുക്കുട്ടനെ ഇക്കടെ കോളറിന്റെ ടൈപ്പ് വരെയാണൊക്കെ. കഴിച്ചോടോ, കഴിച്ചു. അങ്ങനെ രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇക്കയും പിള്ളേരും കൂടെ ഇക്കയുടെ വീട്ടിലോട്ട് പോയി. അവിടുന്ന് അവര് പള്ളിയിലൊക്കെ പോയിട്ടേ വരത്തുള്ളൂ. ആ ടൈം കൊണ്ട് നമുക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പൊ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നെയ്ച്ചോറിന്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ കുറച്ച് ക്യാരറ്റ് ഒക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു നെയ്ച്ചോറാണ്. മിക്കവരുടെയും നെയ്ച്ചോറത്ത് ക്യാരറ്റ് കിടക്കുന്നത് കുളമാവും ഇല്ലെന്ന് അറിയാം. ഞാൻ പറയാം, രാവിലത്തെ ഫുഡ് കറി കാഴ്ചയാണെങ്കിലും ഇറച്ചിക്കറി പൊറോട്ട കറക്റ്റ് ചെയ്തു സെറ്റ് നല്ല ടേസ്റ്റ്. രണ്ടെണ്ണം കഴിച്ചിട്ട് ടേസ്റ്റ് ഒരെണ്ണം കഴിച്ച വയറ് പറഞ്ഞിട്ട് ഇപ്പൊ നിക്കാനും ടേസ്റ്റ് വലിയ പൊറോട്ട അല്ലാട, കുഞ്ഞു പൊറോട്ട. എന്നാലും വേണ്ടായിരുന്നു പിന്നെ പൊറോട്ട. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഇതാക്കുന്നുണ്ട്. ഞാൻ മിക്ക റീലിലും കാണാറുള്ള നെയ്ച്ചോറിന്റെ അകത്ത് ഇങ്ങനെ ഒരു ക്യാരറ്റും. ഇവിടെ ഞങ്ങൾ അങ്ങനെ ക്യാരറ്റ് ഇടാറില്ല, അതേപോലെ സവോള വറുത്തിടാറില്ല. അപ്പം ഇന്ന് ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. പരിപ്പ് കറികൾ ഉണ്ടാക്കണമെന്നൊരു മോഹമുണ്ട്. സമയം കിട്ടുമെങ്കിൽ മാത്രം ഓപ്ഷനിലാണ്. നമുക്ക് എന്തെങ്കിലും കറിക്ക് സാധനം ഓപ്ഷൻ എന്ന് പറഞ്ഞില്ല, അതേ കണക്കന്നെ. അത് വയ്യ. ഒന്നാമത്തെ കാര്യം ഇന്നലെ കിടന്നപ്പോ തന്നെ നേരത്തെ കിടന്ന, പക്ഷെ ഉറങ്ങാനായിട്ട് തിരിയാൻ പറയും ചെയ്തു. ഇന്നലെ ഇവിടെ നിന്നുള്ള ഇറച്ചി മൊത്തം കഴുകി എല്ലിതാക്കിയപ്പോ എനിക്ക് കാലുവേന എടുക്കുന്ന പെടലി വേന, മുതുകുവേന. നെയ്സാക്ക് ഇരുന്ന് തേക്കുമായിരുന്നു. സാധാരണ ഞങ്ങൾ എപ്പോഴും പെരുന്നാളിലാണ് എവിടെയെങ്കിലും പോകാൻ നേരത്ത്, പെരുന്നാളിന്റെ അന്നൊന്നല്ല ഞങ്ങൾ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ആ സമയത്ത് ഒരാള് ഒന്നെങ്കിൽ ഞാൻ ഫസ്റ്റ് കുളിച്ചിട്ട് നെയ്സ്, ആര് ഫസ്റ്റ് കുളിച്ചിട്ട് കുളിക്കുന്ന ഡ്യൂട്ടിയാണ് തേക്കൽ. എന്തായാലും ഇന്ന് രാവിലെ എന്തായാലും അത് നടക്കത്തില്ല, ഇവർക്ക് പള്ളിയിലൊക്കെ പോകുന്നോണ്ട് ആ സമയത്ത് തേക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ എല്ലാം തലേ ദിവസേ തേച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയും പണി കിട്ടി 7:30 മിക്കാടെ വീട്ടിൽ കൊണ്ട് ഫുഡ് കൊടുക്കണോന്ന് നിൽക്കുക കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ പാപ്പ രാവിലെ ഫുഡ് കഴിച്ചിട്ടാവും. പക്ഷെ രാവിലെ ഞങ്ങളെ താഴെ ചതിച്ചു. താഴെ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ താഴെ പിന്നെ തുറന്ന് കിട്ടാറില്ല. ഞാൻ കൊറേ നോക്കി. ഇപ്പൊ 2 കീ ഉണ്ട്. അതില് ഒന്ന് ഇവിടുത്തെ ഒന്ന് ഇക്കാടെ വണ്ടിയുടെ ഇതിനകത്ത് തന്നെ ഇട്ടേക്കും. ഇത്രയും മതിയല്ലോ ക്യാരറ്റ്, ഇത്രയില്ലേ? ഇത് കുഞ്ഞൂനല്ലേ? ഇത് ഇട്ടിട്ട് കുളവായിരുന്നു. പാചക പരീക്ഷണം കൂടുതൽ പാചക പരീക്ഷണമൊക്കെ നമ്മള് കുഞ്ഞൂന സ്പെഷ്യൽ ഡേയിൽ പാടില്ല. വെറുതെ അവർക്കൂടെ കൊടുക്കണ്ട, നമുക്ക് മാത്രമാണ് കുഴപ്പമില്ല. അങ്ങനെ താഴെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ അത് അനങ്ങാറില്ല. അനിയ രാവിലെ ഫുഡ് കൊടുക്കാനായിട്ട് പോയിട്ട് 2 താക്കോലിട്ട് നോക്കിയിട്ടും തുറയുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ അത് അടിച്ച് പൊട്ടിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇനി സമയമില്ല, ഇക്കാക്ക് പള്ളിയിൽ പോണം, അവിടെ കൊണ്ട് ഫുഡ് കൊടുക്കണം, സമയമില്ല, അടിച്ചു പൊട്ടിച്ചോളണം. അങ്ങനെ വെട്ടുവത്തിച്ച് 2 അടിച്ചു. 3ാമത്തെ എന്റെ വിരലിട്ടിട്ട് ഞാൻ പറഞ്ഞേ രാവിലത്തെ സമ്മാനം ഇത് കണ്ട. എന്റെ മുകളിലത്തെ തൊലിയുമ്പോ വെള്ള തൊലി കാണാം, ഭയങ്കര വേദനയും. അപ്പൊ ഈ വിരല് ഈ കയ്യിൽ തന്നെ ഈ വിരലിന് ചുറ്റും അടിയും കിട്ടി. അപ്പൊ പിന്നെ ഞാൻ അടിക്കുന്ന ഒച്ചയായിട്ട് എനിക്ക് ഇറങ്ങി വന്നിട്ട് എനിക്ക് 2 അടി അടിച്ചില്ല. അതിന്റെ ഇടക്കൂടെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ വലിച്ചു, അപ്പോഴത്തേക്ക് തുറന്നു. അപ്പൊ അങ്ങനെ അതായിരുന്നു പണി. പിന്നെ ഇന്നലെ ഇലക്ട്രിക്കിന്റെ വണ്ടി കുത്തിയിടാൻ മറന്നു. ചാർജില്ലാത്ത വണ്ടി റബ്ബേ കാക്കണേ പെട്ടെന്ന് എത്താൻ. പക്ഷെ ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും ഇവിടുന്ന് പോയപ്പോ 7:45 ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും വാപ്പ പള്ളിയിൽ പോയി, ഓൾറെഡി പോയി കഴിഞ്ഞു. അങ്ങനെ അവിടെ ഇവിടുന്ന് നല്ല വെച്ചടിച്ചു പോയി. പക്ഷെ തിരിച്ച് എന്താന്നറിയത്തില്ല, ഞങ്ങളുടെ വണ്ടിയിൽ ഇപ്പൊ ചാർജ് നിക്കുന്നില്ല അല്ലേ? ഇപ്പം ആദ്യമൊന്നും കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഡൗൺ ആയിട്ടായിരിക്കും, അറിയത്തില്ല. എന്തോ എത്ര കുത്തിയിട്ട് ഫുള്ള് ചാർജ് ആവുന്നവര് കുത്തിയിടും, പക്ഷെ അവിടെ ചാർജ് അവിടെ നിക്കുന്നില്ല. അങ്ങനെ ഞാൻ വന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു 20 മിനിറ്റിന്റെ കുത്തിയിടണം. പക്ഷെ കുത്തിയിടാൻ മറന്നു. ഇപ്പൊ ഇക്കാവണി അവരിനി അവിടുന്ന് തള്ളിക്കൊണ്ടാണോ വരുന്നത്? സ്പീഡേ ഉള്ളു. ഇക്കൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മുടെ 2 മരിപ്പുണ്ട്. പോയിട്ട് വന്നിട്ട് അവിടെ നിസ്കരിക്കാൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താവും എങ്ങനെയൊക്കെയാവും നന്നാക്ക് മാത്രം അറിയരുത്. നമുക്ക് ഇപ്പൊ എണ്ണ ഒഴിച്ചിട്ട് ലാസ്റ്റ് താളിച്ചിട്ട് നെയ്യെടുത്താൽ മതി. നെയ്ച്ചോറിന്റെയും ചിക്കൻ കറിയുടെ ഒക്കെ പരിപാടി ഇപ്പൊ തുടങ്ങിയാലേ 12:30 അവിടെ കൊണ്ട് ഫുഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ പുതിയ വെറൈറ്റി രീതിയിലുള്ള നെയ്ച്ചോറ്. ഇതാ അരിയെല്ലാം ഇട്ടിങ്ങനെ തിളച്ച് വരുന്നുണ്ട്.
ഇന്ന് എനിക്ക് മൊത്തം പൊള്ളലാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ രണ്ടാമത്തെ പൊള്ളല് പിന്നെയും കിട്ടി. നല്ല ഗോൾഡിഷ് റൈസ്. അതെ അതെ. പക്ഷെ പിന്നെ മണം വെച്ച് നോക്കുവാണെങ്കിൽ കൊള്ളാം. ഓക്കെ, കുറച്ച് നെയ്യും വറുത്ത സവോള കിട്ടിയാൽ സെറ്റ് ആയിരിക്കും. ടേസ്റ്റ് എപ്പോഴും പറയും നമുക്ക് കുറച്ച് വറുത്ത സവോള ഇടാം. അങ്ങനെ എല്ലാരും രാവിലെ ഫുഡെല്ലാം കഴിച്ച് ഒന്നെങ്കിൽ എല്ലാരും കഴിക്കുന്ന സമയമല്ല. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇന്ന് ഇക്കാടെ വീട്ടിൽ പോകണം, നീസാടെ വീട്ടിൽ പോകണം. അപ്പൊ ഇന്ന് ചിലപ്പോ വൈകിട്ടേക്ക് എറണാകുളം പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. പോകുമോ ഇല്ലെന്ന് കൺഫേം ഇല്ല. ഞാൻ ഇപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞ് പറയാമെന്ന് പറഞ്ഞു. നാളെ ആയിരിക്കും പോകും. ഇനി നാളെ സൺഡേ ആയതുകൊണ്ട് ഇനി നാളെയാണോ ഇന്നാണോ എന്ന് അറിയത്തില്ല. അപ്പൊ ഫുഡ് എന്തായാലും അപ്പൊ ഇക്ക പറഞ്ഞു ഞങ്ങളുടെ വീടിന്റെ അടുത്ത് 2 പരിപ്പുണ്ട്. അപ്പൊ ഇക്കക്ക് ഇപ്പം മയത്തി നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത് 2 ഒന്ന് 10:30 11 മണിക്ക് എടുക്കും പറഞ്ഞിരിക്കാം. അതുകൊണ്ട് ഇക്ക അങ്ങോട്ട് മയത്തി നിസ്കരിക്കാൻ പോകുന്നത്. അപ്പൊ ഇക്ക അഥവാ വരാൻ താമസിച്ചാൽ ഞങ്ങളുടെ കൊണ്ട് ഫുഡ് കൊണ്ട് ഇക്കാണ് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും കറി റോസ്റ്റ്. അപ്പം പരിപ്പ് വേണം, പരിപ്പ് കറി വെക്കാന്ന് വെച്ചാൽ അത് ക്യാൻസൽ. ഞങ്ങൾ പറഞ്ഞില്ല ക്യാൻസൽ ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധ്യതകൾ കൂടുതലാന്ന് പറഞ്ഞത്. അപ്പം ചിക്കനും ചിക്കൻ പൊരിച്ചതും കരൽ റോസ്റ്റും പരിപ്പ് കറി പിന്നെ പപ്പടവും ഉണ്ട്, സാലഡും ഉണ്ട്. അപ്പം വെറുതെ റിസ്ക് പിടിച്ച് നമുക്ക് നാളെ ഉണ്ടാക്കാമല്ലോ. പരിപ്പറൊക്കെ എപ്പോഴും ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ ഏകദേശം റൈസ് അതിന്റെ ഫൈനൽ സ്റ്റേജിലോട്ട് വെള്ളമെല്ലാം ഒരു പകുതിയോളം പറ്റിക്കഴിഞ്ഞു. കാണിച്ചു റൈസ് വെന്തിട്ടില്ല. ഞങ്ങളുടെ ഫുഡ് കാണിച്ചു തരാം. ഏകദേശം ഈ പരുവത്ത് വരെ കുറച്ചും കൂടെ ഉണ്ട് റൈസ് വേകാനായിട്ട്. അടച്ച് ഞാൻ സിമ്മിലിട്ടപ്പോൾ റെഡി ആകുമായിരുന്നു. നെയ്സ് അവിടെ സബോള ഗിരിഗിരി. എന്റെ കൈ ഒരു സൈഡിൽ കൂടെ പൊള്ളുന്നു. പൊള്ളൽ വാരമാണ്, പൊള്ളൽ ദിവസം. എങ്ങനെ പൊള്ളായിരിക്കും അവിടെ മറ്റേ തുണി പോലെ എടുക്കാതെ ഇങ്ങനെ പൊക്കി എടുക്കുന്ന പിന്നെ എങ്ങനെ പൊള്ളായിരിക്കും. എല്ലാ പ്രാവശ്യം ബിരിയാണി, കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ ബിരിയാണി, എന്റെ മുന്നേ പ്രാവശ്യം ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു. ഒരു പ്രാവശ്യം എന്ന് മാത്രമേ ഞങ്ങൾ മന്തി ഒരു പ്രാവശ്യം മന്തി വെച്ച് ഇല്ലേ. മന്തി എപ്പോഴാ വെച്ച വെറുതെ മന്തി വെച്ച് മന്തി കഴിക്കും. അപ്പൊ നമ്മള് പെരുന്നാളിനൊന്നും മന്തി വെക്കാറില്ല. അല്ലെ തന്നെ മന്തി വെച്ചിട്ടൊന്നും കുറെ ആയി. അനിയുടെ സർജറിയുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന്റെ തലേ ദിവസം ശരിയാ മന്തി ഉണ്ടാക്കിയത്. ശരി, അന്നേരമാണ് ലാസ്റ്റ് മന്തി കഴിച്ചത്. ഇപ്പൊ 3 മാസം കഴിഞ്ഞപ്പോ അല്ലേ, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ കറക്റ്റ് 3 മാസമായി മന്തി കഴിച്ചു. ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇക്കാട് പോയാൽ നിൽക്കാം കൊറേ നാളെ മന്തി കഴിച്ചു. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് 2 പേർക്കും രാത്രി മന്തി കഴിച്ചപ്പോഴേ 2 പ്രാവശ്യം ഞങ്ങൾക്ക് തന്നെ മന്തി ഞങ്ങൾ കഴിച്ചിട്ട് വന്നിട്ട് ഒരു പ്രാവശ്യം രാത്രി കഴിച്ച പച്ചുമായിരുന്നു, ഛർദിക്കുമായിരുന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം ഇതേപോലെ കഴിച്ചപ്പോഴത്തേക്കും കയ്യാക്കി ഛർദിച്ചു. അതുകൊണ്ട് ഞങ്ങള് രാത്രിയില് മന്തി അങ്ങനെ കഴിക്കാല്ല. ഉച്ച സമയത്തല്ലേ പുറത്ത് പോകുമ്പോഴേ ഉച്ച സമയത്ത് അത് കുറേ നാളായി. നമ്മള് ഒരു പ്രാവശ്യം എപ്പോഴും ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അല്ല, ഞങ്ങള് മറ്റേ ആസിഫലിന്റെ മറ്റേ പടം കാണാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നപ്പോഴേ എന്ത് ലെവൽ ക്രോസ് കാണാൻ വേണ്ടി പോയപ്പോ ലാസ്റ്റ് പുറത്ത് നമ്മൾ മന്തി കഴിക്കും. അത് രാത്രി പടവും എല്ലാം കണ്ടിട്ട് വരുന്ന വഴിയിട്ട് അവിടെ കയറി അതാണ് ലാസ്റ്റ് ഞങ്ങളുടെ മന്തി ഫുഡ് പുറത്തുനിന്നുള്ള. പിന്നെ വീട്ടിൽ വെച്ച് കഴിക്കലാണ് കൂടുതലും. മന്തി ഇവിടെ വെച്ച് കഴിക്കുന്നത് പുറത്ത് കഴിച്ചിട്ടില്ല. കൂടുതലും മന്തി ഇവിടെ ഉണ്ടാക്കാം. ഇനി മറ്റേ ഈ മസാല ഷവയ ഉണ്ടാക്കുന്ന ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കാം. അതിന് മറ്റേ ഫുൾ ചിക്കൻ മറ്റേ പൊളിക്കാത്തല്ല മുറിക്കാത്ത ഫുൾ ചിക്കൻ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കും. പച്ചക്കറി മതി. ഉള്ളി ഇടുന്നില്ലേ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞ നമുക്ക് നിങ്ങളുടെ കെട്ടി പള്ളി പോകാൻ പോകും. 2 മക്കൾ പറയൂ.
എല്ലാവർക്കും പെരുന്നാൾ ആശംസ. അങ്ങനെ ഞങ്ങളുടെ കുറെ നാൾക്ക് ശേഷം ഞങ്ങളുടെ വെറൈറ്റി നെയ്ച്ചോറ് റെഡിയായി ഞങ്ങൾ ഇറക്കി വെച്ച്. ഇന്നെന്തോ എനിക്ക് പൊള്ളല് വാരമാണെന്ന് തോന്നുന്നു. നെയ്ച്ചോറ് അങ്ങോട്ട് ഇളക്കി ചാടി അത് തെറിച്ച് എന്തോ ഉണ്ട്. അങ്ങനെ നെയ്ച്ചോറൊക്കെ റെഡിയായി. നെയ്ച്ചോറൊക്കെ എടുത്ത് മാറ്റി. ഇനി അടുത്തത് നമ്മൾ കരൽ ഫ്രൈയിലോട്ടാണ് കടക്കുകയാണ്. നൈസ ഇറച്ചിക്കറി. ഇത് 12 മണിക്ക് മുന്നേ എല്ലാം ആക്കാനുള്ള പ്രതീക്ഷയിലാണ്. നടക്കുമായിരിക്കും. ആകും. ഞങ്ങളിപ്പോ സ്പെഷ്യൽ നെയ്ച്ചോറ് ആകുമ്പോ നിങ്ങളെല്ലാം മറ്റേ ചിലർ പറയും ഇതിനകത്ത് എന്ത് സ്പെഷ്യൽ ഇരിക്കുന്നത്. ഞങ്ങൾക്കിത് സ്പെഷ്യൽ. ഞങ്ങൾ സാധാരണ ഇങ്ങനെയല്ലേ വെക്കുന്നത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ വെക്കുമ്പോൾ സാധാരണ മറ്റേ ഉള്ളി വഴറ്റി മറ്റേ കഷ്ണങ്ങൾ എണ്ണ ചൂടാക്കി ഞങ്ങൾ എണ്ണ ചൂടാക്കിയിട്ട് മറ്റേ ഗ്രാമ്പ് കറപ്പട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് പിന്നെ സബോള ഇട്ട് വഴറ്റി വെള്ളം ഒഴിച്ച് പിന്നെ ഇത് അരി ഇട്ടിട്ട് കുറച്ചൊന്ന് റോസ്റ്റ് കണക്ക് ചെയ്തിട്ട് പിന്നെന്തുവാ പിന്നെ വെള്ളം ഒഴിച്ച് അടച്ചു വെക്കുക. പിന്നെ ഇത് എന്താ നമ്മുടെ കശുവണ്ടിയും കിസ്മിസും ഒക്കെ ആകുമ്പോൾ വഴറ്റിന് കൊടുക്കുക. നിങ്ങൾ ഈ പ്രാവശ്യമാണ് സബോള ക്യാരറ്റ് ഇട്ടു. കുറച്ച് സബോളയും കൂടെ വറുത്തിടണം ആഗ്രഹമുണ്ട്. പിന്നെ എത്രയേ ഉള്ളൂ. കുറച്ച് നെയ്യൊക്കെ കൂടുതലിടാനൊക്കെ ചിലതൊക്കെ ഒന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ ആവുമെന്ന് അറിയത്തില്ല. 2 സന്താനങ്ങളുടെ അനക്കമൊന്നും ഇല്ലേ. ഒന്നെങ്കിൽ വല്ല കുറിച്ചൊക്കെ ഒപ്പിക്കുമായിരിക്കും. അയ്യോ അത് ശരിയാ, ഞാൻ മറന്നുപോയി. ഞാൻ തന്നെയാ പറഞ്ഞു വിട്ടത് എന്റെ വീട്ടിലോട്ട്. എന്റെ ഇത്ത അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം പൊയ്ക്കോട്ടെ ഇത് കുറെ നേരിട്ട് ചോദിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ പോയിട്ട് വന്നു. അങ്ങനെ പോയി. അത് കറക്റ്റ് ഇതിന് ഈ പിന്നെ ഇഞ്ചി ചതക്ക് എന്റെ കണ്ണിലോട്ട് തന്നെ ഒന്ന് എറിച്ചു വീണു. ഇഞ്ചി വെളുത്തുള്ളൊക്കെ കുറച്ചെടുത്തിട്ട് കാര്യം ചിക്കൻ ആവശ്യപ്പെട്ടില്ല. ഒരാളോട് നൈസാണ് ഞാൻ പറഞ്ഞിരിക്കും. നൈസാ മറ്റേ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഇതാക്കി വെച്ചപ്പോ നൈസാന്ന് വെച്ചാൽ മതിയായിരുന്നു. ഞാൻ മതി കൂടുതലില്ല. ഞാൻ പറഞ്ഞില്ല നൈസ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ചിക്കൻ നമുക്ക് പിന്നെയാണെങ്കിൽ എടുക്കണം. എന്റെ പൊന്നെ അരച്ചിട്ട് നാക്കിലോട്ട് വെച്ചിട്ട് നാക്കിങ്ങനെ കുഴിഞ്ഞു പോന്നു. അതേ എനിക്ക് ഭയങ്കര ഇഞ്ചിനി വളർത്തുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല രാവിലത്തെ എല്ലാം വെച്ചപ്പോ എല്ലാം സെറ്റ് ആയിരുന്നു. അപ്പൊ ഉച്ചക്കത്തെ സെറ്റ് ആകുമ്പോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളിയും വെള്ളം ഞങ്ങൾ വലിയ ഇതാണ്. ഇതിനകത്ത് വലിയൊരു ക്യാരറ്റ് എടുക്കാം. അപ്പൊ മറ്റേ ചെറുതാക്കി അതിനൊന്ന് നമ്മൾ നെയ്സ പകുതി എടുത്താൽ മതി. എങ്ങാനും അങ്ങനെ അപ്പൊ നമ്മക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെ തോന്നുന്നു. അങ്ങനെ ചെറുതാക്കി. മണി 11:45. ചിക്കൻ കറിയുടെ അവസ്ഥ ഇതാണ്. കണ്ടല്ലോ 12 റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പാട്ട് നോക്കി ഡാൻസും കളിച്ച് നിന്ന. പക്ഷെ ഇത്രയും പണി കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലിവർ റോസ്റ്റും ചൂടുണ്ട് നെയ്ച്ചോറും സെറ്റ്. സാലഡും. 12 മണിക്ക് തന്നെ ഞങ്ങളുടെ പണി തീരുന്നുള്ള ഞങ്ങളുടെ വാദ്യായ അത്യാഗ്രഹം അവസാനിച്ചിരിക്കുകയും ചിക്കൻ പൊരിക്കാൻ എയർ ഫ്രൈയിൽ വെച്ച് ചിക്കൻ കറി രാവിലത്തെ ശരിയായതുകൊണ്ടാകുന്നു. ഉച്ചക്കത്തെ കൊണ്ട് സെറ്റ് ആയിട്ടില്ല. ഇവിടെ പൊരിച്ചു വെക്കുന്ന ചിക്കൻ കറി എനിക്ക് അറിയത്തില്ല വെക്കാണ്ട്. ഞാൻ അന്നാ ഞങ്ങളുടെ വീട്ടിൽ പൊരിച്ചാണ് ചിക്കൻ കറി വെച്ചാൽ ഞങ്ങളുടെ എന്റെ വീട്ടില്
ചിക്കൻ അങ്ങനെ ആരും കഴിക്കത്തില്ലായിരുന്നു. അജിയുടെ കല്യാണത്തിന് ശേഷമാണ് ഞാനങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇപ്പൊ ഇങ്ങനെ അറപ്പാൻ ചിക്കൻ കഴിക്കണ്ട അപ്പൊ അറിയാലോ. അപ്പോൾ അജി കറി വെക്കാൻ അജി ഫസ്റ്റ് കറി വെച്ച് പിന്നെ മറ്റേ ചിക്കൻ പൊരിച്ച് പിന്നെ കഴിക്കുമായിരുന്നു. കറി വെച്ച് ഈ വെറുതെ കറി വെച്ചിട്ട് ഇഷ്ടമല്ലായിരുന്നു. അജി വന്നിട്ടാണ് ഈ പൊരിച്ച് ചിക്കൻ കറി വെക്കാനായിട്ട്. അജിയുടെ നിമിഷം പൊരിച്ച് ചിക്കൻ കറിയാണ് പഠിച്ചത്. അങ്ങനെ കഴിച്ചു വെച്ചത് എനിക്ക് ഇങ്ങനെ വെക്കുമ്പോ അങ്ങ് സെറ്റ് ആകത്തില്ല. എങ്ങനെയൊക്കെ വെച്ചിട്ടും രാവിലെ എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. ചോറ് റെഡി. കറി റോസ്റ്റ് ഞാൻ എനിക്കതിന്റെ മണം വേദന മണം കേട്ടപ്പോ തന്നെ എനിക്ക് എന്താണ് അത് കഴിച്ചില്ല. ഞാൻ ഉപ്പുപോലെ നോക്കി നൈസ പറഞ്ഞാൽ കുഴപ്പം റെഡിയാണ്. നിങ്ങളുടെ എയർഫ്രയർ പണി മുടക്കി. ഈ പണി മുടക്കുന്ന എന്താ പണം? ഞങ്ങൾ നേരത്തെ പറഞ്ഞ കണക്കും രാവിലെ നല്ല ഗംഭീരമായിട്ട് സുഭിക്ഷായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഉച്ചക്ക് ചോറ് സെറ്റ് മറ്റേ കരൽ ഫ്രൈയും അത് സെറ്റാന്ന്. ചിക്കൻ കറി ഫ്ലോപ്പായി പോയി. എന്താന്നറിയത്തില്ല. ഞങ്ങൾ ഇത്ര വർഷമായി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എപ്പോ വെച്ചാലും വെറുതെ ചിക്കൻ കറി എപ്പോ വെച്ചു അമ്മേനൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് പണി കിട്ടി. എയർ ഫ്രയർ പണി തന്നു. എയർ ഫ്രയർ പക്ഷെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചിക്കൻ പൊരിക്കാനൊക്കെ ചെയ്ത എയർ ഫ്രയറില് കറിച്ചിട്ട് ഇഞ്ചി കിടക്കുന്നുണ്ട്. എയർ ഫ്രയറിൽ വെച്ച് ഫസ്റ്റ് കാണുമ്പോ ഈ വണ്ണം വർക്ക് ചെയ്തോണ്ട് അപ്പൊ ഈ വണ്ണം എന്ന് പറഞ്ഞാൽ കാണിച്ചു. എന്നുവെച്ചാൽ എന്ത് പറ്റും. അപ്പൊ ഒന്നും കൂടെ ഓഫ് ചെയ്ത് ഒന്നും കൂടി ചെയ്യാതെ 3 പ്രാവശ്യം നടക്കില്ല. അപ്പൊ എന്റെ മറ്റേ ഒരു നമ്മുടെ മെനു ബുക്ക് ഉണ്ടല്ലോ അതെടുത്ത് നോക്കിയപ്പോഴത്തേക്കും കസ്റ്റമർ കെയറിനെ വിളിക്കുന്നു പറഞ്ഞുകൊണ്ട് അതിനകത്ത് കിടക്കണം. എന്ത് വേറെ എന്താ മിസ്റ്റേക്ക് എന്തോ. അങ്ങനെ അതാ ഞങ്ങളുടെ അപ്പൊ എയർ ഫ്രയറിൽ പൊരിക്കലുണ്ടെന്നില്ല. അത് നേരെ ഫ്രൈ പാനിലോട്ട് വെച്ച് ആദ്യത്തിലാക്കി. ഇക്കയുടെ വീട്ടിലോട്ട് ഫുഡ് എല്ലാം റെഡിയാക്കി ഇക്ക കൊണ്ടുപോയി. ഇനിയിപ്പോ നൈസാടെ വീട്ടിലോട്ട് ഫുഡ് ഇതാക്കണ്ട. ഫുഡ് എടുത്തോണ്ടിരിക്കണം. എന്നിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ട് പോകാനിട്ടും. ചിക്കൻ കറി ഞങ്ങൾ എപ്പോഴും മറ്റേ എന്തോ വെറുതെയാണ് കറി വെക്കുന്നത്. രണ്ടെണ്ണയുള്ളോ വെറുതെ കറി വെക്കുന്നത്. അപ്പം ഇപ്പൊ എല്ലാവരും മസാലയൊക്കെ തേച്ച് മറ്റേ എന്തുവാ ഇറച്ചിക്കറി വെക്കുന്ന നോർമൽ ഇറച്ചിക്കറി വെക്കാൻ നോക്കിയാ. പക്ഷെ ഞങ്ങളെ പൊരിക്കാനൂടെ കൊണ്ട് ആകണോ ആകെയുള്ളോ പൊരിക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഇഞ്ചി വെളുത്തൊരു പേസ്റ്റ് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ല എന്നാലും ലാവശ്യം എടുത്ത് വെച്ചു. അത് ഭയങ്കര ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുത്തല്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങനെ അക്കാര്യത്തിൽ എന്തായാലും തീരുമാനമായി. ഞങ്ങൾ മിനിഞ്ഞാന്ന് പച്ചക്കറി മേടിക്കാണ്ട് പോയപ്പോ നാരങ്ങ വേണമെന്ന് പറഞ്ഞായിരുന്നു. അന്ന് അവിടെ നിന്ന് എന്തോല്ലേ 1/2 കിലോ 40 രൂപ പറഞ്ഞ. ഒരാൾ ഇടക്കുന്ന് ലിവർ ഫ്രൈ ഒക്കെ തീറ്റുന്നോണ്ട് ഓടുക. അവിടെ വെച്ച് 1/2 കിലോ 40 രൂപ ഉണ്ടായിരുന്നു. ഇപ്പൊ 2-4 നാരങ്ങ ഇവിടെ അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ച 20 രൂപ. സ്വർണം ആ ഫുഡ് കൊടുത്തിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ. അപ്പൊ ഞങ്ങൾ നൈസാടെ വീട്ടിൽ പോയി കഴിക്കാം. നല്ല പച്ചപ്പ്. അങ്ങനെ ഗൈസ് നമ്മൾ നൈസാടെ വീട് എത്തി. ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് എന്താണ് മൊത്തം കാണാനില്ലേ. പാമ്പെല്ലാം കയറിയിരിക്കാന്നറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ കാടും താണ്ടി മലയും താണ്ടി ഞങ്ങളിതാ നൈസാടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ അയ്യ ഇന്നലെ അവല്ല ഇക്കണക്ക് പോലെ കല്യാണമല്ല വല്ല വേറെ വിധ പരിപാടി ഉണ്ട്. ഞാൻ നൈസ ഒടിഞ്ഞെവിടെയെങ്കിലും കിടക്കും. ഇക്ക കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞോളൂ എന്തുവാണ് നിങ്ങൾക്ക് ഒരിച്ചിരി വേദന വന്നാൽ പോലെ സഹിക്കാൻ വയ്യ. ഇക്കണക്ക് നമുക്ക് എന്തെങ്കിലും വീട്ടിലൊരു ഫംഗ്ഷൻ വന്നാൽ നിങ്ങളിങ്ങനെ ഒടിഞ്ഞു മാറി കിടക്കുമെന്നൊക്കെ. ഓഹോ വയ്യ ഫുഡ് ഉണ്ടാക്കുന്നു. അങ്ങനെ നൈസാടെ വീട്ടിൽ ഫുഡെല്ലാം കൊടുത്തിട്ട് വന്നിട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ചില ചിക്കൻ പീസും ഫ്രൈ അത് തന്നെ കഴിച്ചില്ലേ. 3 കഷ്ണം കഴിച്ചല്ലോ ഞാൻ. എത്ര ഇക്കൊക്കെ വിശപ്പില്ല. ഇക്കടപ്പം ഒന്ന് ഇക്ക കൂട്ടുകാരന്മാരെ വിളിച്ച് ഇക്കൊക്കെ പുറത്തോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈസാടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് അവർക്ക് ഫുഡ് അവിടെ നിന്ന് കൊടുക്കണം. അങ്ങനെ പിള്ളേർ 2 പേരും അങ്ങോട്ട് പോയി. ഞങ്ങൾ മാത്രം
അതെ കയ്യാപ്പിനെ ഞങ്ങള് പ്രലോഭിപ്പിക്കാനൊക്കെ നോക്കി, കരൾ ഫ്രൈ ഉണ്ടെന്ന് പറഞ്ഞു. അജ ഉള്ളതുകൊണ്ടാ പക്ഷെ പോയത്. അവിടെ ഇക്കയുടെ പിള്ളേരും ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരാ അവരിങ്ങോട്ട് വന്നിട്ടില്ല, അവരിങ്ങോട്ട് വന്നില്ല. അങ്ങനെ എത്ര 2 മണിയായ നമ്മുടെ നെയ്ച്ചോർ കരൾ ഫ്രൈ. ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടോ? ഓക്കെ. നമ്മുടെ ചിക്കൻ ഫ്രൈ, ഇറച്ചിക്കറി കൊള്ളാം. വായിക്ക ചിക്കൻ കറി, ഫ്ലോപ്പായ ചിക്കൻ കരൾ ഫ്രൈ ആണ് ഇത് സൂപ്പർ അല്ലേ? ഉപ്പ് പോലും നോക്കാതെ ഉണ്ടാക്കിയത്. ഹനിയെ നോക്കാതെ ഉണ്ടാക്കുന്നൊക്കെ അതല്ലേ, എനിക്ക് ഇങ്ങനത്തെ ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയത്തില്ല. ഫ്രൈ ചെയ്യാനായിട്ട് മറ്റേ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതക്കുമല്ലോ പേസ്റ്റ് ആക്കി. എന്നുവെച്ചാൽ എല്ലാത്തിനും പെരട്ടിക്കും, നമുക്ക് അങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ എടുത്ത ഇഞ്ചി നാക്കി വെച്ചിട്ടിക്ക നാക്ക് കുത്തിപ്പോയി. അല്ല ചീഞ്ഞു പോയി. ഭയങ്കര ഈ കുത്തലില്ലേ, ഭയങ്കര കുത്തലാണ് കഴിപ്പോയി. അയ്യോ നിങ്ങൾ രണ്ടുപേരും തിന്ന. വർത്താനം പറഞ്ഞ അവർ രണ്ടു തിന്ന് ചെയ്താറേ. ഞാൻ ഫ്രൈ കാതി അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞു. പക്ഷെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് ഒരു സുമാറില്ല. അത് ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്ന കയ്യാപ്പി കുറച്ച് കറി കാച്ചി കുടിച്ചിട്ട് ബാക്കി വെച്ച്, അച്ചു കുടിച്ചില്ല, ഇക്ക പകുതി കുടിച്ച് ബാക്കി വെച്ച്. അതൊക്കെ ഇതിനോട് കയറി ഇറങ്ങി തിന്നുമായിരുന്നു. പിന്നെ ഇന്നലെ നോയമ്പിന് വേണ്ടിയിട്ട് മുസമ്പി മുറിച്ചത് അത് ഞാൻ കഴിച്ച്, നെയ്സ കഴിച്ചില്ല. പിന്നെ നെയ്സാടെ വീട്ടിലൊക്കെ പോയി അവിടുത്തെ വെള്ളമെല്ലാം കുടിച്ച് വന്നപ്പോഴത്തേക്കും പറഞ്ഞ ഫുഡ് കഴിക്കാനുള്ള വിശപ്പില്ല. പക്ഷെ കയ്യിലിരിക്കുന്നത് നോക്കൂ. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ രാവിലെ കറി കാച്ചി കൊണ്ടുവന്നേരം ഞങ്ങളിവിടെ ഉണ്ടാക്കി. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് വേറെ, ഞങ്ങൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ, ഇതിൻ്റെ ടേസ്റ്റ് വേറെ. അപ്പം നെയ്സായപ്പം ചോദിക്കുമായിരുന്നു, നമ്മളുണ്ടാക്കുന്ന സെയിം സാധനം തന്നെയല്ലേ ഉണ്ടാക്കുന്നത്? ഞങ്ങൾ ഉണ്ടാക്കുന്ന സെയിം സാധനം തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഉമ്മ അതിനകത്ത് കുറച്ച് ഉള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം വറുത്തത്. അത് തന്നെ. ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഒരു പാത്രത്തിൽ പകുതിയോളം ഉണ്ടായിരുന്നായിരുന്നു. അല്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നതും സെയിം സാധനം തന്നെയാണല്ലോ, മറ്റുള്ളവരാരെല്ലാം ഉണ്ടാക്കി തരുമ്പോഴത്തേക്ക്. പിന്നെ എനിക്ക് പണ്ട് തൊട്ട് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയുന്നു പിന്നെ മടുത്താണ്. ഞങ്ങള് ഇവിടെ മിക്കവാറും ഇപ്പൊ ഈ ഒരു കുറച്ചാളായിട്ട് ഉണ്ടാക്കാത്ത, മിക്കവാറും ഈ സാധനം ഇവിടെ ഉണ്ടാക്കുമായിരുന്നു. കഴിച്ചിട്ടാണ് മിക്കവാറും മടുത്ത്. വിശക്കുവാണെങ്കിൽ ഉണ്ടാക്കി കഴിക്കുന്ന ഈ സാധനങ്ങളൊക്കെയാണ്. ഏത്തപ്പഴം ഉണ്ടോ? പാലിവിടെ പാല് പിന്നെ മിക്കവാറും കാണും. ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഞങ്ങൾ മിക്കവാറും ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഉച്ചക്കത്തെ, ഞങ്ങളുടെ വയറ് നിറഞ്ഞു ഇരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഉച്ചക്കത്തെ അങ്ങ് ഫുഡ് അങ്ങ് നല്ല സുഖകരമായി. ചോറ് മാത്രം കൊള്ളായിരുന്നു. പിന്നെ ഇവര് പറഞ്ഞ് കളരുത്, കരിൽ റോസ്റ്റ് അല്ലേ, റോസ്റ്റ് ഫ്രൈ റോസ്റ്റ് പോലെ ഇരുന്നു, ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് രണ്ടും കൊള്ളായിരുന്നു പറഞ്ഞു. ഞാൻ പറയുമായിരുന്നു നാളെ ഇപ്പൊ ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് ഭയങ്കര മടുപ്പ്. എല്ലാ സാധനവും ഉള്ളതുകൊണ്ടാണ്. പക്ഷേ നാളെ ഒടുക്കത്തെ ഞാൻ പറയാം, ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയ കറിയാച്ചറി അത് ഫ്രിഡ്ജിലോട്ട് ചിലത് പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. നാളെ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും നാളെ ആ സാധനത്തിന്. ഇക്ക ഫുഡ് കഴിച്ച് പുറത്തോട്ട് പോയി. നേരത്തെ കൂട്ടുകാരന്മാരെ വിളിച്ചത് നാളെ രാവിലെ ചോദിക്കും അതുണ്ടാന്ന്. മിക്കവാറും രാവിലെ ചൂടാക്കി കഴിക്കുന്നതായിരിക്കും ആദ്യം. പൊറോട്ട ഇരിപ്പുണ്ട്. അപ്പൊ രാവിലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു, അതും എടുത്ത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച്. എന്റെ പൊന്നെ, ഞാൻ 2 പേർക്ക് ഒരേ കണക്ക് വെച്ച്, രണ്ടുപേർക്ക് സെയിം ഒരേ ഗ്ലാസ് ഞാൻ എടുത്ത്. ഇപ്പൊ പറയാം എനിക്ക് കൂടുതലുണ്ടായിരുന്നു. വയറില് ഒരിറ്റ സ്ഥലം ബാക്കിയില്ല. പക്ഷെ എന്തോ കറക്റ്റ് നമ്മുടെ മുടിയുടെ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് മുതുക അങ്ങ് അറ്റം വരെ നടുവിന്റെ എൻഡ് വരെയും ഈ 2 ഷോൾഡറും വേദന കൊണ്ടിട്ട് വയ്യ. പക്ഷെ അലമല വിറ്റുണ്ട് ചിലവരൊക്കെ. അസ്ലാമലൈക്കും.
കൊറേ നാളായിട്ട് അനിയ വണ്ടി ഓടിക്കുന്നില്ല, ഞാൻ തന്നെ വണ്ടി ഓടിക്കാറ്. ഇന്നപ്പോ ഞാൻ അനി എനിക്ക് പെടല് വേദന മുതവേദന എടുത്തിട്ട് വൈകി സഹിക്കാൻ പറ്റണില്ലെന്ന്. ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാനെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കട്ടെ, എന്തായാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൈഡിലോട്ട് ഒതുക്കും, ബാക്കി നൈസ വണ്ടി ഓടിച്ചു. ഞാൻ കൊറേ നാളായി വണ്ടിയുടെ പുറകെ ഇരുന്നിട്ട്, കൊറേ നാളാച്ച ഈ അനിയുടെ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് വണ്ടിയുടെ പുറകെ ഇരിക്കുന്നത്. അതുവരെ എവിടെ പോയാലും ഞാൻ വണ്ടി ഓടിക്കുന്നു. ഞാനിപ്പോ ഇങ്ങനെ ഓരോ നേരം നോക്കി നമ്മുടെ ഇവിടുത്തെ പള്ളിയുണ്ട്, ഫുട്ബോൾ പള്ളി. അവിടെ എത്തിയപ്പം ഞാൻ പെട്ടെന്ന് അസ്സലാമലൈക്കും അത് ഞാൻ ഞാൻ അർഷോന്ന് വെച്ചപ്പോ ഞാൻ ചിന്ത ഫോൺ എടുത്തില്ല, ഞാൻ വീട്ടിൽ നിന്ന് വല്ല എടുക്കാൻ പറഞ്ഞ. അതൊന്നും അല്ല, ഞാൻ മാതാവിനോട് എത്തിയത് അസ്സലാമലൈക്കും പറഞ്ഞു. പറയാൻ വിട്ടോ നൈസാടെ വീട്ടിൽ ചെന്ന് അവിടെ നിങ്ങളുടെ ഇറങ്ങുമ്പോഴത്തെ വീഡിയോ എടുക്കണം. അപ്പൊ നൈസാടെ ചേച്ചിയുടെ മോളുണ്ടായിരുന്നു, ആ ഭയങ്കര കരച്ചിൽ നൈസാനെ കൊണ്ട് പോകണ്ടെന്നും പറഞ്ഞു. ഇതിലങ്ങ് വെച്ച് ഇങ്ങോട്ട് വിട്ടു വന്നു. അപ്പൊ നൈസാക്ക് ഞാൻ പറഞ്ഞ ഞാൻ വണ്ടി ഓടിക്കാം. അത് കഴിഞ്ഞ് വണ്ടി ഇതപ്പം പറഞ്ഞു നൈസ നമ്മള് വീഡിയോ എടുത്തില്ലല്ലോ. ഞാൻ നന്നായി അതുപോലെ ഉച്ചക്ക് ഫുഡ് വീട്ടിൽ കൊണ്ടുപോകാൻ പോയപ്പോ ടൈം അത്ര ഫുഡ് എടുത്ത് കൊടുക്കുന്ന. അല്ല ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അല്ല ഫോൺ എടുക്കുക, എന്റെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ച്. അപ്പൊ ഇത്താടെ ഉച്ചവിടെ രാവിലെ ഉണ്ടായിരുന്നു. വെച്ചിട്ട് അവളെ കൊണ്ടുപോകാൻ വേണ്ടി വല്ല വിളിക്കുന്നത് ചോദിച്ചു കോൾ ജബർമാശ ഇത് കട്ട് ചെയ്ത്. അപ്പൊ ഈ മറ്റേ നമ്മുടെ ഈ വിളിക്കുന്ന ട്രൂ കോളർ എന്നുണ്ട്, അതിങ്ങനെ പെട്ടെന്ന് കയറുന്നത് കട്ടാക്കി ഇരിക്കാൻ വെളിയിലോട്ട് അവിടെ ഇറങ്ങി പോയി ഒന്നിച്ചായിരുന്നു. ആണല്ല പിന്നെ അപ്പൊ ഞങ്ങള് രാവിലെ പറഞ്ഞ ഞങ്ങൾ എറണാകുളം പോകും. ആ എറണാകുളം പോക്ക് നാളത്തോട്ട് മാറ്റി. വൈകി കാരണം ഇവിടുന്ന് അവിടെ വരെ ഇപ്പൊ ടയേർഡോ. ഞങ്ങൾ പിന്നെ ഒന്നും മിണ്ടായിരിക്കുമ്പോഴത്തെ ഇരിക്കാക്കും കൊണ്ട് ദേഷ്യമല്ല, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് ഒരു എല്ലാവർക്കും അങ്ങനെ പിന്നെ പോക്ക് ഞങ്ങൾ നാളത്തോട്ട് മാറ്റി. ഇന്ന് പോണോന്നുണ്ടെങ്കിൽ പറയുന്നത് ഈ സമയത്ത് നമുക്ക് ഇറങ്ങണോന്ന് പറയും. ഇന്ന് പോണോ നാളെ പോണോന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നമുക്ക് നാളെ പോയാൽ മതി എന്നാണ്. അങ്ങനെ ഞങ്ങളുടെ പോക്ക് നാളത്തോട്ട് മാറ്റി. അങ്ങനെ പെരുന്നാള് ഏകദേശം ഈ ഒരു അവസ്ഥയിൽ ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. ഞങ്ങളുടെ പെരുന്നാൾ കോടിയൊക്കെ വൈകിട്ട് പോകും, ബീച്ചിൽ പോകുമ്പോഴേ ഇടാറുള്ളൂ. എല്ലാ പെരുന്നാളിനും അങ്ങനെ തന്നെയാണ്. അവര് രാവിലെ ഇടും. ആ ഡ്രസ് ഇട്ട് അങ്ങനെ അടുക്കളയിൽ കയറിക്കഴിഞ്ഞാൽ അതിന് നാശകോശമാവും. എന്തിനാണ് വെറുതെ ഇതാക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളുടെ പെരുന്നാൾ ഡ്രസ്സും പെരുന്നാൾ ലുക്കൊക്കെ ഉച്ച കഴിഞ്ഞല്ല വൈകിട്ട് ഇനിയിപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ ഓർക്കും പെരുന്നാളായിട്ട് എന്താ ഈ ക്വാളിറ്റി ഇരിക്കുന്നത്. നേരത്തെ കണ്ടത് ഞങ്ങളുടെ ഒറിജിനൽ രൂപം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ണേ ഇതാണ് ഞങ്ങളുടെ അല്ല നേരത്തെ രാവിലെ തൊട്ട് കണ്ടാണ് ഞങ്ങളുടെ ഒറിജിനൽ രൂപം. ഞങ്ങളെ കണ്ട അങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതിപ്പോ നൈസാണ് പിന്നെ നൈസാണ് വീട്ടിൽ പോകേണ്ട ജസ്റ്റ് കണ്ണിന്റെ അടിയിൽ മാത്രമല്ലേ. ഇനി വൈകിട്ട് ബീച്ച് പോകുമ്പോ കണ്ണിന്റെ മുകളില് ഒന്ന് ഐലൈനർ വെച്ച് എഴുതും, പിന്നെ ചുണ്ടിലായിട്ട് ലിപ്സ്റ്റിക്, അത്രേ ഉള്ളൂ. വേറെ മേക്കപ്പ് ഒന്നും ഇല്ല. ഭയങ്കര പുട്ടി എന്നാ പൗഡർ ഇടും. അത് കൊച്ചിന്റെ പിള്ളേരുടെ പൗഡർ, ഹിമാലയുടെ പൗഡർ എടുക്കാം, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പൊ ഇനി ഞങ്ങൾ കുറച്ച് റെസ്റ്റ്. അത് കഴിയുമ്പോഴത്തേക്കും തുണി വിരിക്കാൻ മോളിൽ പോകണം. അപ്പൊ നൈസർ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാൻ. അങ്ങനെ അപ്പൊ ഇന്ന് ഭയങ്കര ആളായിരിക്കും, വണ്ടി വെക്കാൻ സ്ഥലം കാണത്തൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ബൈക്കാ വന്നിട്ട് വരാം. ഉച്ചക്കത്തെ ചോറ് തീറ്റിയില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ റെഡിയായി. റീൽസ് 4 മണിയല്ലേ അപ്പൊ തുടങ്ങി റീൽസ് എടുത്തു തുടങ്ങിയതാ. ഇപ്പം കഴിഞ്ഞതൊക്കെയുള്ളു. കയ്യാപ്പി കഴിഞ്ഞു, കോസ്റ്റ്യൂം അച്ചു റെഡിയായി. ഇക്കത ഭാഗത്ത് പോയി ഞങ്ങളപ്പം കാറിൽ പോകാന്ന് വിചാരിച്ചു. ഇപ്പൊക്കെ വണ്ടിയുടെ കീയൊക്കെ എടുക്കാൻ അകത്തോട്ട് പോയി. ഇനിയിപ്പോ ഇവിടുന്ന് അച്ചുവിന് പടക്കം വേണോന്ന് പറഞ്ഞോണ്ടിരിപ്പോണേ. നമുക്ക് അച്ഛന് ഇപ്പൊ ഈ സമയത്ത് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തൊന്നുമില്ല. പടക്കം വാങ്ങിച്ചിട്ട് ബീച്ചിൽ പോവാം. ഇപ്പൊ എത്തിയുമ്പോലെ ഞങ്ങളുടെ ബീച്ചിൽ പോക്ക്. ഇന്ന് നല്ല ബ്ലോക്ക് അധികമാണെന്ന് വെച്ചാൽ ഇന്ന് ഒന്നാമത്തെ കാര്യം സൺഡേ അല്ല, ഇത് ശനിയാഴ്ച. പിന്നെ
പിന്നെ ഞങ്ങളുടെ പെരുന്നാളും കൂടെ ആയതുകൊണ്ട് ഞങ്ങളുടെ വെച്ചാൽ പൊതുവെ അവധിയുള്ള ദിവസങ്ങളിൽ ബീച്ച് നല്ല തിരക്ക്. അതുമല്ല ഇന്ന് നല്ലപോലെ തെളിഞ്ഞ് കൂടെ നിൽക്കുകയാണ്, മഴയില്ല. രാവിലെ ഇങ്ങനെ രാവിലെ ഉച്ചക്കില്ല ഞാൻ നൈസാരെ വീട്ടിൽ പോയിട്ട് മഴ ഉണ്ടായിരുന്നു, കുഞ്ഞുപൊടി വഴി ഉണ്ടായിരുന്നോ അതറിഞ്ഞില്ല. ഞങ്ങൾ നൈസാരെ വീട്ടിൽ പോയിട്ട് ഫുഡെല്ലാം കൊടുത്തു ഇങ്ങനെ ഇരുണ്ട്. അപ്പം നൈസ പറഞ്ഞ ആ ശരിയാ, രാവിലെ ഇക്കൊക്കെ പള്ളിയിൽ പോയിട്ട് കയ്യാപ്പി ഉടുപ്പിട്ടായിരുന്നു. ഉടുപ്പിട്ട് വെളിയിൽ ഫോട്ടോ എടുക്കാൻ കണ്ടപ്പോ ചെറിയ പൊടിമഴ വന്നു. അങ്ങനെ രാവിലെ ഒരു ചെറിയ കൂറളക്കത്തിലും കൂടി ഉണ്ട്. അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല. വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുവായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നൈസ കൂടെ ഇരുട്ടു. അപ്പൊ നൈസ പറയും മിക്കവാറും അനിയാ നമ്മള് വീട്ടിൽ എത്തുന്നതിന് മുന്നേ മഴ പെയ്യുമെന്നാ തോന്നുന്നത്. പക്ഷെ മഴ പെയ്തില്ല ഭാഗ്യത്തിന്. അപ്പൊ ഇന്ന് നല്ല തെളിഞ്ഞ് നല്ല ശാന്ത സമാധാനം അന്തരീക്ഷമായതുകൊണ്ട് എന്തായാലും നല്ല തിരക്ക്. എന്തായാലും ബീച്ചിൽ പോയിട്ട് ഇന്ന് പ്രത്യേകിച്ച് വലിയ ഇതൊന്നും ഇല്ല. കാരണം വെച്ചാൽ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് ഒരാൾ വൈറ്റ് ഡ്രസ്സ്, ഒരാൾ പുതിയ ഡ്രസ്സിലൊക്കെ ആയതുകൊണ്ട് പിക്കാന്ന് നമുക്ക് നാളെ ഒരു ദിവസം പാപ്പിയും മോളും വൈറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മൾ ബീച്ചിൽ മഴ വെച്ചാൽ ഇന്നലെ രാത്രിയൊക്കെ മഴയായിരുന്നു. രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോഴത്തേക്ക് വെള്ളമെല്ലാം കിടപ്പുണ്ട്. പറഞ്ഞ ഈ സമയത്ത് നമ്മൾ ബീച്ചിൽ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ശരിക്കും നശിച്ചു പോകും. അങ്ങനെ നമ്മുടെ അച്ചുക്കുട്ടിന്റെ വലിയൊരാഗ്രഹം പടക്കം. നമ്മള് വിഷുവിനും ഓണത്തിനൊക്കെ പെരുന്നാളിനും പൊട്ടിക്കും. പക്ഷെ പെരുന്നാളിനും അങ്ങനെ പൊട്ടിക്കാറ് കുറവാണ്. കാരണം പിന്നെ നമ്മൾ അടുത്ത വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്കും അവർക്കൊരു വിഷമം തോന്നലായിട്ട് നമ്മൾ മാക്സിമം പൊട്ടിക്കാറുണ്ട്. പിന്നെ പെരുന്നാളിന് ആ ഒരു ഇതിവിടെ നമ്മൾ ഒഴിവാക്കാൻ സാധാരണ. അപ്പൊ അങ്ങനെ ഭയങ്കര വിഷമാസന് ആരും അവന്റെ ഫ്രണ്ട്സ് പറഞ്ഞ് പടക്കം കുറെ പൊട്ടിച്ചെന്ന് കൊണ്ട് അവൻ ഇന്നലെ തൊട്ട് പറയുക. അങ്ങനെ അവനൊരു ഉച്ചയായതൊട്ട് ഭയങ്കര ഫീൽ ആയിട്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മളത് ആ അച്ഛനെ സാധിച്ചു കൊടുത്ത് ഒരു താങ്ക്സ് പറഞ്ഞേ മിക്കും കുഞ്ഞുമിക്കും പറയാം. ഞങ്ങൾ ഇന്ന് പടക്കം പൊട്ടിക്കും പറയാം കുഞ്ഞുമീൻ വാപ്പയോട്. അപ്പൊ എന്തായാലും ഞങ്ങള് 4 മണിക്ക് കറക്റ്റ് ടൈമിൽ തന്നെ നമ്മള് വന്ന് റെഡി ആയിട്ടൊക്കെ ഇറങ്ങി തരുന്നത്. അപ്പൊ നമ്മുടെ കോസ്റ്റ്യൂം ഞങ്ങളുടെ ഹസ്ബന്റെയും എന്റെയും കയ്യാപ്പിട്ട് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ. നീയുടെ നൈസായും അവരും വൈകിട്ട് തന്നെ കറക്റ്റ് 4 മണിക്കാണ് റെഡിയായി. ഞങ്ങള് ഭയങ്കര ചിരിയും കളിയൊക്കെ റീൽസ് എടുത്ത് ചിരിച്ച് കുറേ നേരം അതുകൊണ്ട് ഇരിക്കുവായിരുന്നു. ചിരിച്ചു തന്നെ അതൊക്കെ അല്ല എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഇതായി പോകും. അത്രയും ഹിറ്റായിരുന്നു. ഭയങ്കര കോമഡി ആയിപ്പോയി. ആ വീഡിയോ ഉണ്ടാവും. ചിരിച്ച് ശരിക്കും ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് അവസാനം ഒച്ച എത്രയും ചിരിച്ചു. മറ്റേ ഈച്ചൊന്നും നെറ്റൊന്നിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഹായ് പറയുമ്പോ അത് അസലാലേക്ക് പറയും. അങ്ങനെ കൊറേ നേരം കൊണ്ട് വീഡിയോ എടുത്തെടുത്ത് ഹലോ ഗൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരും അല്ലേ. അവിടെ എല്ലാത്തിലും അയാള് പറയും അസ് വെച്ചിട്ട് സ്റ്റോപ്പായി പോകും. പിന്നെ പറഞ്ഞു ഇക്കൊക്കെ കവള് വീഴാൻ തുടങ്ങി. പിന്നെ ഇക്ക പറയുന്നതിന് മുന്നേ ഞങ്ങള് പറയുന്നുണ്ട് ഒരു വിറ്റ് കൊറേ നേരം നമ്മളിങ്ങനെ ഓരോ റീൽസ് കാണുമ്പോഴേക്കും എത്ര. പക്ഷെ അതിന്റെ പോലെ ഇഷ്ടംപോലെ കഷ്ടപ്പാടുകളുണ്ട്. ഭയങ്കര ഇച്ചിരി കൂടെ കഷ്ടപ്പാടൊന്നും അല്ല, ഭയങ്കര കഷ്ടപ്പാടൊക്കെയാ. ചിലതൊക്കെ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ചിലതൊക്കെ ഭയങ്കര പടം അത്ര എഫേർട്ട് എടുത്താൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവര് ഫുഡ് ഉണ്ടാക്കി അപ്പോൾ ടയർഡായി പ്രശ്നം തലവേദനയും കാര്യങ്ങളൊക്കെ ആയി പോയി. ഞാൻ ഇന്നലെ ഓർത്ത് പണി പാടുന്നു. പക്ഷെ ഇവരെന്തായാലും കറക്റ്റ് പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് വരും. പക്ഷെ ഞാനിന്നലെ ബീഫൊക്കെ മേടിക്കാൻ വേണ്ടി പോയി തന്നെ ലേറ്റ് ആയി പോയത് കൊണ്ടിട്ട് നല്ല അവർ കട്ട് ചെയ്തില്ല. ഞാൻ നിൽക്കുമെന്നുള്ള പോത്തിനാണ് നമുക്ക് അറുത്ത് കിട്ടിയത്. അപ്പൊ എന്നിട്ട് തന്നെ ഏകദേശം 2 കിലോയിൽ നമുക്ക് അല്ലേ ഒരു 1/2 കിലോ അടുത്ത് നെയ്യായിരുന്നു, വേസ്റ്റ് ആയിരുന്നു. നമ്മള് അതെല്ലാം കളഞ്ഞു. കാരണം കൊളസ്ട്രോളിന്റെ ഇതുകൊണ്ട് നമ്മളെല്ലാം കളഞ്ഞു. കുറച്ചൊക്കെ ഞാൻ കഴിച്ച് അതിന് അനിയൻ കഴിച്ചാൽ പ്രശ്നമായിരുന്നു ഭയങ്കര. നമ്മൾ ഭയങ്കര ഇഷ്ടമാണല്ലോ നമുക്ക് ലിവർ ഫ്രൈ. ഞങ്ങൾ കഴിച്ചു ലിവർ ഫ്രൈ. കയറി ഇറങ്ങണം ഞാനും ഹസ്ബൻഡും കത്തിച്ചാൻ കുറച്ച് കഴിച്ചുള്ളൂ. അന്യ പിന്നെ ഇങ്ങനെ കഴിക്കല് ഭയങ്കര കുറവാണ്. നൈസ കഴിക്കും. പിന്നെ നമ്മള് ജീവനുള്ള മീനെ പിടിച്ചിട്ട് കൊടുത്ത കറി എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഇങ്ങനെ ടേസ്റ്റ് നോക്കാൻ ഇഷ്ടം. എല്ലാം അവള് ടച്ച് ചെയ്യും. പക്ഷെ പൂർണ്ണത്തിൽ ഇച്ചിരി കഴിക്കാൻ ഇടും. അനിയാക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് മാത്രമേ അനിയാ കഴിക്കത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് ഞാൻ എന്റെ കൂടെ കൂടിയ പിന്നെയാണ് എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങിയത്. ആ സത്യം. പിന്നെ ഇപ്പം നൈസ വന്നപ്പോഴത്തേക്ക് നൈസ പറയും കഴിക്കാനിങ്ങനെ പറഞ്ഞ് അതെന്തെങ്കിലും കഴിക്കുന്നത്. ഇപ്പൊ നമ്മള് ആലപ്പുഴ ഞങ്ങളുടെ പഴയ മുപ്പാലം, ഇപ്പത്തെ നാൽപ്പാലമാണ്, അവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്. അങ്ങോട്ടുള്ള റോഡ് തന്നെ ബ്ലോക്കാണ്. അപ്പൊ നമ്മളിത് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഈ അണ്ടർ പാസ് ഉണ്ട് അതിലേക്കൂടെ. ഇവിടെ ആലപ്പുഴയുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വീഡിയോ ആണെങ്കിലും എപ്പോഴും ഓർത്തോണം. ബീച്ച് വരികയാണെങ്കിൽ നിങ്ങൾ നാൽപ്പാലത്തിന് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയുക. ലെഫ്റ്റ് തിരിഞ്ഞ് നമുക്കൊരു ഇതുണ്ട്, അണ്ടർഗ്രൗണ്ട് ഉണ്ട്.
ഞങ്ങളോട് ഉപ്പൂറ്റിപ്പാലം എന്നാണ് പറയുന്നത്. കുഞ്ഞിനെയൊക്കെ ചൂണ്ടിടാൻ കാര്യങ്ങളൊക്കെ ചേർത്ത് ഉപ്പൂറ്റിപ്പാലം. അപ്പൊ ആ പാലത്തിന്റെ താഴെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ബീച്ച് റെസ്റ്റോറന്റ് ഇപ്പുറത്തെത്താം, കടൽപ്പാലത്തിന് ഇപ്പുറത്തെത്താൻ പറ്റും. നമുക്ക് ട്രാഫിക്കെല്ലാം ഒഴിവാക്കാം മാക്സിമം. നമ്മുടെ മറ്റേ ഇവിടെ മറ്റേ ചില്ലാൽ കഫേ ഇല്ല, അത് എല്ലാവർക്കും മിക്കവർക്കും അറിയാലോ, അതിന്റെ വഴി കൂടെ. ചില്ലാൻ കഫേ വെച്ചിട്ടായിരുന്നു നമ്മള് അച്ചുവിന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് കേക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ചിലവരൊക്കെ ഭയങ്കര സങ്കടമാണ് കേക്ക് കട്ടിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ സൈലന്റ് ആയിരിക്കും, പക്ഷെ നാളെ ചിലവരൊക്കെ ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയും. എന്റെ ബർത്ത്ഡേക്ക് മാത്രം നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ മോന്റെ ബർത്ത്ഡേ ഇങ്ങനെ പറയും, നിങ്ങളുടെ മോൻ നൈസായിട്ടും പറയും തന്റെ മോന്റെ ബർത്ത്ഡേക്ക് ബീച്ചില് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നു, പുറത്ത് പോയി കേക്ക് മുറിക്കുന്നു. എനിക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്റെ വീടിന്റെ അകത്ത് കുറെ 2-3 ബലൂൺ വെച്ചിട്ട് ഒരു കേക്ക് മുറി. അത് ഈ പ്രാവശ്യമല്ല, എന്റെ ഫ്രണ്ടിന്റെ ഇതിനൊക്കെ എന്നെ. അപ്പൊ അതിന് പോകണ്ടോണ്ട് ഞങ്ങള് പുറത്തെവിടെയും പോയി പറഞ്ഞപ്പോ തന്നെ ഒരാള് പിണങ്ങി. അതുകൊണ്ടാണല്ലേ നമ്മൾ അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് നമ്മൾ പൊളിക്കും. പറഞ്ഞത് എനിക്ക് 4 വയസ്സുണ്ടപ്പോ 5 വയസ്സിന്റെ ബർത്ത്ഡേക്ക് അടുത്ത പ്രാവശ്യം ഞങ്ങൾ എന്തായാലും പുറത്തുപോയി പൊട്ടിക്കണമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു പറഞ്ഞാലും അമ്മയുടെ ഫ്രണ്ടിനെ കല്യാണം വന്നോണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. അന്ന് അടുത്ത വർഷം എന്ത് പരിപാടി എല്ലാം കൂടെ അയക്കാം. ഒന്നും പറയത്തില്ല. വാപ്പി മതി. വാപ്പി എന്ത് പറയുന്നു അതിനെല്ലാം തലയാട്ടും. അതിനും കൂടി ചേർത്തുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി തരും. വാപ്പി ഓഫീസിൽ പോയി കഴിയുമ്പോ ഇനിയിപ്പൊ പറഞ്ഞതിനുള്ളതും നടക്കിട്ടും. ഉള്ളപ്പം വർദ്ധിക്കാനെ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് രണ്ടുപേരും, അച്ഛൻ എല്ലാം കയ്യാപ്പിയാണ്, രണ്ടുപേരും പറയത്തില്ല. ഇക്ക കേൾക്കാത്ത സമയത്ത് മാത്രം വന്ന് ഞങ്ങളുടെ തോന്നി പറയും, എന്നാൽ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട പറ്റുക. രാവിലെ ഞങ്ങൾക്ക് എന്നെ പടക്കത്തിന്റെ കാര്യം ഇക്കാലത്ത് വെച്ചു. അപ്പൊ ഇക്കാക്ക് രാവിലെ പറഞ്ഞില്ലേ നമ്മുടെ വീടിന്റെ അടുത്ത് 2 മരിപ്പുണ്ടായിരുന്നു, അതിന് പോകണം, അതിന്റെ മയത്ത് നിസ്കരിക്കാൻ പോണായിരുന്നു, പള്ളിയിൽ പോണായിരുന്നു, പിന്നെ ഇക്കാതെ വീട്ടിൽ പോകണമായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇക്ക വന്നിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇക്കാൻ മോൻ ഇപ്പൊ നടക്കത്തില്ലടാന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല ഇക്കാൻ പറഞ്ഞത് ഇറങ്ങിപ്പോയി. പിന്നെ അത് ഉച്ചയ്ക്കൊന്ന് മറ്റേ അച്ഛൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിഷമമായി. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പോട്ടെ മോനെ കുഴപ്പമില്ല, നമ്മളിപ്പോൾ പുറത്തോട്ട് പോകാനൊക്കെ പോകല്ലേ എന്നൊക്കെ പറഞ്ഞു. അത് കഴിയുമ്പോൾ പിന്നെ നൈസായിട്ട് തോന്നുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എന്തായാലും അച്ഛൻ്റെ ആ സങ്കടം അങ്ങ് മാറ്റി. നമ്മള് പറഞ്ഞ കണക്ക് നല്ല ബ്ലോക്കാണ്, ഇവിടുന്നേ ബ്ലോക്ക്. അങ്ങേ അറ്റം തൊട്ടിട്ട് പോലീസ് വണ്ടി വരെ ഇക്കടെ വീട്ടിൽ കാറുകൊണ്ട് ഇട്ടിട്ട് നടന്നു പോയാലോ? അത് ശരിയാ. ടൂ വീലറിലായിരുന്നു വന്നിരുന്നെങ്കിൽ നമുക്ക് ഇടക്കൂടി കുത്തിക്കേറ്റി എങ്ങനെയെങ്കിലും അവിടെ. ഇവിടെ ഇതാണെങ്കിൽ ബീച്ചിൽ ഇത് ഒരു വഴി മാത്രം, ഇങ്ങനെ ഒരു 4-5 വഴിയുണ്ട് നമ്മുടെ ആലപ്പുഴ ബീച്ചിലോട്ട്. ആ ക്രോസ് ഉള്ള വഴിയിൽ ഇതൊന്നും ആയിരിക്കത്തില്ല. അതിന്റെ അപ്പുറത്തെ ബ്ലോക്കാ. പിടിച്ചു അറിഞ്ഞില്ലെങ്കിൽ മുന്നേം കുത്തി നിലത്ത് കിടക്കുന്നേ. പക്ഷെ വലിയ തിരക്കില്ല. ഇപ്പൊ സമയം 6:26. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു 5 മണി അല്ല ഒരു 4:30 ആ സമയത്ത് എഴുതുന്നു. 6:20 നല്ല വെട്ടവും നല്ല വെയിലും. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. അവര് കളി തുടങ്ങി. ഞങ്ങള് പക്ഷെ ബീച്ചിൽ തിരക്ക്, അവിടെ വണ്ടിയൊക്കെ പോകുന്നുണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ച് നമ്മുടെ പ്രവചനം തെറ്റിപ്പോയി അല്ലേ? സാധാരണ നമുക്ക് ഇവിടെ നിന്ന് തിരിയ സ്ഥലമില്ല, ആൾക്കാരൊക്കെ ബീച്ച് പാറ്റി പിടിച്ചെന്ന് തോന്നി ഈ വർഷം. എനിക്ക് തോന്നുന്നു നമ്മളെ മറ്റേ കാറ്റാടി ആ ഒരു വശമില്ല, നമ്മൾ ആ വശത്തോട്ട് പോയെന്ന് തോന്നുന്നു എല്ലാരും. അതായിരിക്കും. അവിടെ മെയിൻ ഇവിടെ വെച്ചാൽ ഫുഡിന് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ ഇതാക്കി പോകണ്ട. അവിടെ വെച്ചാൽ ആ ഒരു കോർണറിൽ തന്നെ ഇന്നലെ എങ്ങനെയായിരുന്നു? ആ പുറത്തോട്ട് ഇറങ്ങാറില്ലല്ലോ, നമ്മൾ അറിയാത്തത്. അതന്നെ ഇപ്പൊ എല്ലാരും അപ്പം എല്ലാരും കാറ്റാടിയുടെ ആ സൈഡിലോട്ടാ മൊത്തം നമ്മളിന്ന് ബീച്ചിൽ പോകുമ്പോ നൈസാ, നമ്മൾ എന്തായാലും 10 പേര് തിരിച്ചറിയും.
അതുകൊണ്ട് ഒരു മനുഷ്യനില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ 2-3 പ്രാവശ്യം ഞങ്ങൾ മറ്റേ നമ്മൾ യൂട്യൂബിൽ ഇട്ടാത്ത സെയിം വീഡിയോ ഇൻസ്റ്റയിൽ ഇടുന്ന. ഇൻസ്റ്റയിൽ ഇട്ടിട്ട് അതിന് ഭയങ്കര കമന്റ്സ്, ഭയങ്കര കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറയുന്നത് നൈസ, ഇന്ന് നമ്മൾ ബീച്ചിൽ പോകുന്ന സമയത്ത് നമ്മളൊരു 10 പേര് ഇങ്ങനെ തിരിച്ചറിയുമായിരിക്കും പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് ആൾക്കാർ കമന്റ് ഇടും, ആ കമന്റ് വേറെ കമന്റ് ഇടും, അവർ തമ്മിൽ ഞങ്ങളിങ്ങനെ ഇതെന്താണ് ഇവിടെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ. ഞങ്ങളെ പറഞ്ഞാണെങ്കിൽ അത് മറ്റുള്ളവരെ ഏറ്റെടുത്ത് അത് വേറെ മറ്റുള്ളവരെ ഏറ്റെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത വഴക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോ ഫുൾ ടൈം കമന്റ്സ് നോക്കിയിരിക്കുന്നോണ്ട് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലേ. ഓരോ കമന്റ് ചോദിച്ചാൽ മതി, പറയും അതെപ്പോ വന്നതാണ്, എന്ന് വന്നതാണെന്ന്. ആരോടും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെയ്യണ്ടെന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ആ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു, അങ്ങനെ നമ്മൾ ചെയ്ത്. എനിക്ക് എൻ്റെ അന്യായം മാത്രം അതിനകത്തൊക്കെ നോക്കിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഒരുപാട്, എനിക്കതല്ല എൻ്റെ കുടുംബത്തിന് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം എന്തായാലും അതിനകത്തൊക്കെ ഇപ്പോൾ റിക്കവറി നമ്മളിപ്പോൾ സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പം നമ്മൾ ലോങ് വീഡിയോയിൽ പറയുക അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കുറച്ചൊക്കെ അതിന് ശേഷം മറ്റേ അതിൻ്റെ പേരും പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവരാരും തല്ല് കൂടണ്ട. വേറെ അത് നമ്മൾ വേറെ ടോക്കിലോട്ടൊന്നും പോകണ്ട. നമുക്കും ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ട്. ഞങ്ങൾ കാരണം ഇനി വേറൊരാളല്ലേ പലരും ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് മാക്സിമം അതൊക്കെ ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. സിറ്റുവേഷൻ വന്നുകൊണ്ട് അങ്ങനെ ആയിപ്പോയി അല്ലേ. അതിപ്പോ മറ്റുള്ളവർക്ക് അങ്ങനെ ആയിരിക്കില്ല, അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ അത് ഇങ്ങനെ മനഃപൂർവ്വം വന്നു പോയൊരു കാര്യമല്ല, ഇങ്ങനെ ആയിപ്പോയതാണ്. അപ്പൊ നിങ്ങൾ പരസ്പരം ഇട്ടി വെക്കണ്ട അതിന് അല്ലേ. താങ്കളുടെ അഭിപ്രായം കൂടെ പറ, താങ്കളും പറയും. എന്നെയാ നിങ്ങൾ വേണ്ടി വെച്ചാ എനിക്ക് വായിക്കാനൊന്ന്. സത്യം പറഞ്ഞ ഈ ഫോൺ എടുക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ, അപ്പൊ ഒരു നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയപ്പോ ഒരു 27 റിപ്ലൈയുടെ താഴെ ആയിരിക്കും കിടക്കുന്ന. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മോൾപോട്ട് വായിച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത റിപ്ലൈ വരും. ചിലതൊക്കെ വിടും, പക്ഷെ ഇങ്ങനെ മോളിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിടക്കുന്നതൊക്കെ വായിച്ചിടും. അല്ലാതെ നമ്മൾ ടച്ച് ചെയ്ത് എന്റെ പുറകെ പോകാറ്. ഇവിടെ ഞങ്ങൾ ഫുള്ള് ഫോട്ടോഷൂട്ടാണ് ഗൈസ്. ഹൈ വാപ്പിയും മോളും ഇന്ന് വൈറ്റ് ആയതുകൊണ്ട് ഇതേ വൈറ്റും ഇട്ട ആൾക്കാരെ വെച്ചിട്ട് ഞങ്ങള് ഫോട്ടോ എടുക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ പ്രോ ഫോട്ടോഗ്രാഫർ. അതെ, ഇത് ഞങ്ങളുടെ അടുത്ത ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ. അടുപ്പിച്ച് ഗ്ലാസ് മുകളിലോട്ട് വെച്ചേടാ മാഡം. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അടുത്ത ഫോട്ടോ ഒന്ന് കാണിക്കൂ മാഡം. എടുക്കാനെയാ ഇക്കൊക്കെ ഉറക്കം വരാൻ തുടങ്ങി ഗൈസ്. കോട്ടവയൊക്കെ ഇട്ടു തുടങ്ങി ഗൈസ്. ഇക്ക പറയുന്നത് എനിക്ക് ഒരു ഷോർട്സിൽ 10,000 ഗൈസ് ഉണ്ടാവും. എന്റെ വായിലെങ്ങനെ വരുന്നു, എന്ത് ചെയ്യാൻ പറ്റും? ഏതാ യോ ഗൈസ് യോ. അച്ചുകൂട്ടാ ഉമ്മിന്റെയും കുഞ്ഞുമ്മിയുടെയും വാപ്പയായിട്ടൊരു ഫോട്ടോ എടുത്തത്. ഞങ്ങളപ്പോ ഇന്ന് ബീച്ചിൽ വന്നിട്ട് മൊത്തം ഷൂട്ടിന്റെ കോശിയാസയാണ്.
ഞങ്ങളുടെ ഫോണിൽ പല പല പോസിലുള്ള നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോസൊക്കെ എങ്ങനെ എടുക്കുന്നത് കണ്ടുപിടിച്ച് ഞങ്ങളുടെ വിവോ 40 ഇക്കയുടെ ഫോണിലേട്ടാ. ഇക്കയുടെ ഫോണിൽ കുറച്ച് വീഡിയോസ് എടുത്ത് ബാക്കി മൊത്തം ഞങ്ങളുടെ വിവോ 40 എടുത്താൽ നമ്മളെ കണ്ണിന് ഭംഗി നല്ല ഇറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. ഞങ്ങളിപ്പം പുതിയതായിട്ട് ഓരോന്നും ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കുക. അപ്പം പടക്കം മേടിച്ച് നമുക്ക് വീട്ടിൽ പോയിട്ട് പടക്കമൊക്കെ പൊട്ടിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഏത് വീട്ടിലോട്ട് പോകും. കോണ്ടോപ്പ് കോണ്ടോപ്പ് ഓറിയോ കോണ്ടോപ്പ് അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ച്. നെയ്സാണ് കുറെ നാളത്തെ ആഗ്രഹം മാംഗോ പറയുന്നത്. പക്ഷെ ഇന്ന് നെയ്സൊക്കെ മൂടില്ലായിരുന്നു. അതുകൊണ്ട് നെയ്സ ഇപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത് എന്താണ് ആ ക്രോസിൽ പണി നടക്കുന്നോണ്ടാണ് ഈ രണ്ട് ക്രോസിലും അപ്പുറത്തെ ഇപ്പുറത്തെ ക്രോസിലും ഉണ്ടായിരുന്നോ? അതാണ് ഈ റോഡിൽ ഇത്ര തിരക്ക്. പക്ഷെ ബീച്ചിൽ അധികം തിരക്കില്ല. സാധാരണ ഞായറാഴ്ച നല്ല തിരക്കാണ്. പക്ഷെ ആ തിരക്ക് പോലും ആൾക്കാരല്ലാതെ ഇവിടെ 2 വീലർ വെച്ചിട്ട് പോണ വണ്ടി. അപ്പൊ അത്രയും കൂടെ റോഡില് വീതി കുറഞ്ഞു. അപ്പൊ അതാണ് ഈ വണ്ടി ഇത്രയും. ഇതിലെ വരുമ്പോ നമ്മളെ പോലെ എല്ലാരും വിചാരിക്കും ഭയങ്കര തിരക്കായിരിക്കും ബീച്ചില് വിചാരിച്ചായിരിക്കും ഇവിടെ വണ്ടി വെച്ച് വെച്ച് പോകുന്ന. പക്ഷെ അങ്ങനെയല്ല. അവിടുത്തെ ക്രോസില് പണി നടത്തുന്നോണ്ട് മാത്രമാണ് ഈ റോഡിൽ മാത്രമേ തിരക്കുള്ളൂ. ബീച്ചിലൊക്കെ ഭയങ്കര വിശാലമായിട്ട് കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ പെരുന്നാൾ വ്ലോഗ് അവസാനിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ. നിങ്ങളുടെ പെരുന്നാൾ എങ്ങനെയാന്നൊക്കെ ഉണ്ടാക്കിയത്, എന്തൊക്കെ പടക്കം പൊട്ടിച്ച്, എന്തൊക്കെയാണ് ഫുഡ് വെറൈറ്റികൾ ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും പറയണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ ആൻഡ് ബൈ.